ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. പരീക്ഷത്തിനുണ്ടായ ബ്രാഹ്മണ ശാപം. ഇതു കേട്ടിട്ട് സൂതനോട് ശൗനകൻ ചോദിച്ചു, സർവസംഘ പരിത്യാഗിയായ ശുകബ്രഹ്മർഷി എങ്ങനെ രാജാവിൻ്റെ ഗുരുവായി? ഭഗവത് കഥകൾ രാജാവിനോട് വിസ്തരിച്ചു പറയാൻ എങ്ങനെ അവസരമുണ്ടായി? ആ കഥയെല്ലാം വിസ്തരിച്ചു തന്നെ പറഞ്ഞു തരണം. ഇതിന് ഉത്തരമായി സൂതൻ പറഞ്ഞു, ഭക്തനായ പരീക്ഷിത്തു മഹാരാജാവ് ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ചു. രാജാവിന് 66 വയസ്സായി. അക്കാലത്തൊരു ദിവസം പരീക്ഷിത്ത് നായാട്ടിനായി വനത്തിലെത്തി. നായാട്ടു നടത്തി തളർന്ന് മധ്യാഹ്നവേളയിലെ കൊടും ചൂടേറ്റു ദാഹാർത്തനായി നടക്കുമ്പോൾ അടുത്തായി ഒരു താപസാശ്രമം കണ്ടു. അവിടെ യോഗസാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു താപസനെ കണ്ടിട്ട് രാജാവ് ചോദിച്ചു, ആരാണിവിടെ ഇരിക്കുന്നത്? അല്പം വെള്ളം തരാനുണ്ടോ? രാജാവ് ചോദിച്ചതു സമാധിയിൽ മുഴുകിയിരുന്ന താപസൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞുമില്ല. ഈ പെരുമാറ്റം തന്നെ ധിക്കരിക്കുന്നതാണെന്ന് രാജാവ് തെറ്റിദ്ധരിച്ചു. അവിടെ അടുത്തു തന്നെ ഒരു പാമ്പ് ചത്തുകിടക്കുന്നതു കണ്ട് അദ്ദേഹം വില്ലിൻ മുന കൊണ്ട് അതിനെയെടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ചാർത്തി. കൃശൻ എന്ന മുനികുമാരൻ ആ താപസന്റെ പുത്രനായ ശൃംഗിയെ പരിഹസിച്ചുകൊണ്ട്, നിന്റെ അച്ഛൻ ചത്ത പാമ്പിനെ ചുമന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്നു പറഞ്ഞു. ഉൾക്കണ്ണുകൊണ്ട് സത്യം കണ്ടെത്തിയ ശൃംഗി കോപത്തോടെ പരീക്ഷിത്തിനെ ശപിച്ചു. എൻ്റെ അച്ഛനോട് ഈ വിധം അപരാധം കാട്ടിയ രാജാവിന് ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരണമുണ്ടാകട്ടെ. അനന്തരം ശൃംഗി ശമീകന്റെ കഴുത്തിൽ നിന്നും ആ പാമ്പിൻ്റെ ജഡം എടുത്തു മാറ്റി. ഉണർന്ന് കണ്ണുമിഴിച്ച് താപസൻ തൻ്റെ മുമ്പിൽ സംഭ്രമത്തോടെ നമസ്കരിച്ച് എഴുന്നേൽക്കുന്ന പുത്രനെ കണ്ടു. ഈ സംഭവത്തിന് കാരണമെന്ത്? മഹർഷി ആരാഞ്ഞു. രാജാക്കന്മാർക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റിയെന്നിരിക്കും. അതിന് കോപിച്ച് ശപിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ പുത്രനോട് പറഞ്ഞിട്ട് ശമീകൻ ഗൗരമുഖനെന്ന ശിഷ്യനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, നീ ഉടനെ തന്നെ കുരുക്ഷേത്രത്തിൽ ചെന്ന് മഹാരാജാവിനെ കണ്ട് ഈ വിവരമെല്ലാം അറിയിക്കണം. അതനുസരിച്ച് രാജസവിധത്തിലെത്തിയ ഗൗരമുഖനെ പരീക്ഷിത്ത് മഹാരാജാവ് യഥോചിതം സത്കരിച്ചിരുത്തി. മുനികുമാരൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജാവ് പറഞ്ഞു, പണ്ടേ തന്നെ മരിച്ചിട്ട് ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇത്ര നാളും ജീവിച്ചിരുന്നത്. ഇനി ഇതു മതിയെന്നാണ് ഈശ്വര നിശ്ചയം. ഇന്ന ദിവസം മരണമുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയിക്കാൻ മഹർഷിക്ക് സന്മനസ്സുണ്ടായതു തന്നെ നമ്മുടെ ഈശ്വരാധീനമാണ്. പരലോകത്ത് ഈയുള്ളവന് മംഗളമുണ്ടാകാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്ന് അങ്ങു ചെന്ന് മഹർഷിമാരോട് പറയുക. വിനയപൂർവം രാജാവ് മുനികുമാരനെ വന്ദിച്ച് യാത്രയാക്കി. ഉടനെ തന്നെ രാജ്യകാര്യങ്ങളെല്ലാം പുത്രനെ ഏൽപ്പിച്ചു. യാതൊന്നിലും മമതയില്ലാതെ കൊട്ടാരത്തിൽ നിന്നും ഒരു വസ്തുവും എടുക്കാതെ ഗംഗാനദീക്കരയിലെത്തി. തക്ഷകൻ ദംശിക്കാതിരിക്കാനായി വിഷവൈദ്യന്മാരായ ബ്രാഹ്മണർ മൃത്യുഞ്ജയ ജപവും ഹോമവും നടത്തി ഭക്ഷണവും ദക്ഷിണയുമെല്ലാം നേടി. ഗംഗാനദിയിൽ ഒറ്റത്തൂണ് നിർത്തി അതിനു മുകളിൽ ഒരു മാളിക തീർപ്പിച്ചു. ആ മാളികയിൽ കയറി ദർഭകൾ വിരിച്ച് ഉപവാസത്തോടെ പരീക്ഷിത്ത് മഹാരാജാവ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. മഹർഷിമാരും ബ്രാഹ്മണരുമെല്ലാം ആ മാളികയിലെത്തി രാജാവിനെ കണ്ടു.
എല്ലാവരെയും മഹാരാജാവ് നമസ്കരിച്ചു. എല്ലാ പേരുമായി ശ്രീകൃഷ്ണനെ ഭജിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാമെന്ന് മഹർഷിമാർ നിശ്ചയിച്ചു. മരണം ആസന്നമായിരിക്കെ മോക്ഷപ്രാപ്തിക്കായി എന്താണ് ചെയ്യേണ്ടതെന്ന് രാജാവ് മഹർഷിമാരോട് ചോദിച്ചു. വേദാന്ത ശാസ്ത്രാദികൾ പലതുണ്ടെങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിൽ എന്താണ് വേണ്ടതെന്ന് പറയാനാകാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഈശ്വര നിയോഗത്താൽ ശുകബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷനായി. എല്ലാ പേരും എഴുന്നേറ്റ് ശ്രീശുകനെ എതിരേറ്റു. രാജാവ് സംഭ്രമത്തോടെ എഴുന്നേറ്റ് നമസ്കരിച്ചു. യഥാവിധി പൂജിച്ച് ഉത്തമാസനത്തിലിരുത്തി. ശുകബ്രഹ്മർഷിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പേരും ഇരുന്നു. സർവജ്ഞനായ ശുകബ്രഹ്മർഷിയോട് ചോദിച്ചാൽ അങ്ങയുടെ സംശയങ്ങളെല്ലാം അസ്തമിക്കും എന്ന് മഹർഷിമാർ പറഞ്ഞതനുസരിച്ച് മഹാരാജാവ് ശുകമഹർഷിയോട് ചോദിച്ചു. മുനിശാപത്താൽ 7-ാം നാൾ എനിക്കു മരണമുണ്ടാകുമെന്നത് നിശ്ചയമാണ്. പരലോകപ്രാപ്തിക്കായി ഞാൻ മുൻകൂട്ടി എന്തു ചെയ്യണം? എന്താണ് കേൾക്കേണ്ടത്? ആരെ പൂജിക്കണം? ധ്യാനിക്കേണ്ടത് എങ്ങനെ? ഈ കാര്യങ്ങളെല്ലാം അങ്ങ് ദയവോടെ അരുളി ചെയ്യണം. ഞാൻ അങ്ങയുടെ വിനീത ശിഷ്യനാണ്. ഈ വിധം അപേക്ഷിച്ചുകൊണ്ട് മഹാരാജാവ് സുഖാസനത്തിലിരുന്നു. ഈ വിധം 1-ാം സ്കന്ധത്തിൽ വസ്തുനിർദ്ദേശം, നിമിത്തം, സംക്ഷേപം, അധികാരം എന്നിവ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോടെങ്ങനെ ശുകൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവനാത്മജ്ഞാനമങ്ങുപദേശിച്ചതും അന്യൂനഭക്ത്യാ ഭഗവത് കഥകൾ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽകുന്നതു കേട്ട നേരം വന്ദിച്ചു ശുനകജനോടു സൂതനും ചൊന്നാൻ. മന്നവനഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ചുന്നത ഭക്ത്യാ രാജധർമ്മേണ വാഴും കാലം ചെന്നിതു വയസ്സറുപത്താറു സംവത്സരം. അന്നൊരു ദിനം നായാട്ടിന്നു പോയി വനം പുക്കാൻ. മധ്യാഹ്ന തപമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടൊരു ജിഹ്വയോടവനീശൻ സൽക്കാരപൂർവം നമുക്കൊരു പോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്നന്വേഷിച്ചിടും നേരം കണ്ടിതങ്ങടുത്തൊരു താപസാശ്രമം. തത്ര കുണ്ഠതയൊഴിഞ്ഞതിലുണ്ടൊരു തപോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനേ തന്നെ. വേഗമോടവൻ മുന്നിൽ ചെന്നു ചോദിച്ചാൻ നൃപൻ, ആരുള്ളതിവിടെ ഇങ്ങാരിതൊന്നിരിക്കുന്നതാരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ? കേവലം നരവരനീ വണ്ണം ചോദിച്ചതു താപസൻ സമാധിയിലുറപ്പിച്ചിരിക്കയാൽ കേട്ടതില്ലതു തന്നെ ധിക്കരിക്കയാലത്രേ. കൂട്ടാക്കായ്വതീനെന്നതോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങവിടെ കാണാകിയ മൃതസർപ്പം വില്ലുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിടിനാൻ. താപസനതും ചുമന്നിരിക്കും നേരം പശ്ചാത്താപമാനസനായി ഭൂപതി മന്ദം മന്ദം സേനയാ സാകം നിജരാജധാനിക്കു നടന്നാനതു കണ്ടാൻ. കൃശനെന്ന മാമുനിസുതൻ ലോകേശാജ്ഞയാ നാഗം മേവിന ശമീകജനാകിയ സഖിയോടു ചൊല്ലിനാൻ പരിഹാസാൽ. താതവൃത്താന്തം കേട്ടു ശൃംഗിയും കോപാധിഷ്ണുരാതനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതെ. സാധുപാലനത്തിനു മുന്നമേ വിധിച്ചൊരു മേദിനീപതി കുലജാതനാം നൃപാധമൻ
ബോധമെന്നിയെ മമ താതനോടി ചെയ്തപരാധ കാരണമിന്നി കേഴാം നാളഹീന്ദ്രനാം തക്ഷകൻ കടിച്ചുടനെത്തുക മരണമെന്നക്ഷണം ശപിച്ചു ചെന്നച്ഛനെ വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാകോദര ഗുണപം ചെറ്റഴുക്കു പുരളാതെ എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും സമചക്ഷുർഭ്യാം മിഴിച്ചുടനെ നോക്കുന്നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംഭ്രമിച്ചാത്മജനെ കണ്ടെന്തിതെന്നനുക്ഷണം ചോദിച്ച പിതാവിനോടുണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോടുര ചെയ്താൻ. നീ പരമാർത്ഥഗ്രാഹിയല്ലെന്നു വന്നിതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാലോരോ വിധം ഭൂവരന്മാർക്കു പരിഭ്രമങ്ങളുണ്ടായി വരും. സാധുക്കളവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ചു ശപിക്കുന്നതാചാരമല്ലിവണ്ണം ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവത് പ്രസാദവും നമുക്കില്ലെന്നല്ലല്ലി വരുന്നു. പുനരതു കൂടാതെ സന്തോഷിപ്പാൻ പരനായ്ക്കൊണ്ടു നമസ്കാരമെപ്പോഴും നാഥ. വിരിഞ്ഞി വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരിഞ്ഞു ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായരുളി ചെയ്തിടിനാൻ. ഇളച്ചിടരുതു, ഞാൻ പറയുന്നതു കേൾ നീ. തെരിക്കെന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും നൃപനോടീ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം. നരവരൻ ധരിക്കും വണ്ണമെന്നങ്ങയച്ചോരളവൻ സുരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരം പൊക്കു. നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചളവൻ തന്നെത്താൻ സമ്മാനിച്ചങ്ങിരുത്തി നമസ്കരിച്ചുരു പ്രീത്യർത്ഥം ചൊന്നാൻ. മുന്നമേ മരിച്ചിരിപ്പോരു ഞാൻ ജഗന്നാഥൻ തന്നനുഗ്രഹത്തിനാൽ ജീവിച്ചേനിത്ര നാളും. ഇന്നിനി മതിയതെന്നെന്നുടെ പരമാത്മാ തന്നെ നിയോഗത്തിലെന്തു സങ്കടം മുനേ. നന്നതു മരണമുണ്ടിന്ന നാളിനി നിനക്കെന്ന തന്മഹാത്മാവിനെന്നോടിങ്ങറിയിപ്പാൻ. തന്നുള്ളിലുദിച്ചതുമീശ്വരാധീനം നമുക്കെന്നിരിക്കലും അതിനൊന്നു ചെയ്യണം ഭവാൻ. ചെന്നുടൻ മുനിവരന്മാരോടു പരലോകത്തിനടിയനു മേലിൽ നല്ലതു വരും വണ്ണം ഖിന്നതയൊഴിഞ്ഞനുഗ്രഹിപ്പാനുണർത്തിക്കെന്നന്യൂനാദരം മുനി ശിഷ്യനെ പറഞ്ഞുടൻ. വന്ദനപൂർവം ക്ഷമാ നമസ്കാരാഭ്യർച്ചനാനന്ദ സാധനങ്ങൾ കൊണ്ടന്യൂനാദരഭക്ത്യാ തന്നെയും പരനെയുമൊന്നായി കണ്ടവനീശൻ പിന്നെയും നമസ്കരിച്ചഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ചനന്തരം മന്ദമെന്നിയെ മനഃകർണികാഗ്രാന്തർഭാഗേ തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചു കൊണ്ടുന്നത ഭക്ത്യാ രാജൈശ്വര്യാദിസമസ്തവും പുത്രങ്കൽ സമർപ്പിച്ചങ്ങേഷണത്രയങ്ങളും നിത്യരാഗാദികളും ത്യക്ത്വാപി സവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു സംഘങ്ങൾ തന്നുൾക്കാമ്പിലൊന്നിങ്കലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്നു ദംശിച്ചിടായ്വാനാകും വണ്ണം രക്ഷകൾ സിദ്ധൌഷധ മന്ത്രയന്ത്രാദ്യങ്ങളാൽ തക്ഷണേ ചെയ്യിപ്പിച്ചു ജാങ്കുലികാഠ്യന്മാരാം ഇക്ഷിതിസുരന്മാരോടൊത്തുടൻ പിരിയാതെ. തക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും
അത്യരം ഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസദ്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉത്പന്നാനന്ദചിത്തനായി തുടങ്ങിനാൻ മേന്മേൽ. തക്ഷന്മാർ തമ്മെ വിളിപ്പിച്ചു കൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ചതീ ലഘുതരം ഗംഗയിലേകസ്തംഭാഗ്രത്തിങ്കൽ ദുരാരോഹമംഗലപ്രാസാദവും തീർപ്പിച്ചു സമാപ്തിയാം ധർമ്മകർമാദികളും ചെയ്യിച്ചു ദാനങ്ങളും നിർമ്മലം ചെയ്തു ശുദ്ധ്യാ സർവാശീർവാദത്തോടും ചെന്നതിൻ മുകൾ മധ്യേ പുക്കു ദർഭകൾ വിരിച്ചുന്നതനശനം ദീക്ഷിച്ചങ്ങു ദീചിയെ നോക്കിവാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്നു കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രരും ശീഘ്രമങ്ങുടൻ വന്നു പാർത്ഥിവൻ തന്നെ കണ്ടു വായ്ക്കുമുൾ താപം പൂണ്ടു സംഭാവിച്ചതു നേരം ഗോത്രജിത് സുതാത്മജനന്ദനവർകളെ നേത്രഗോചരന്മാരായുദ്ധായ നമസ്കൃത്വാ പാദ്യാർഘ്യാസനാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു വന്ദിച്ചാസ്ഥയാ സത്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ. കാർത്തികേയോപമാനൻ മെല്ലവേ ചൊല്ലിടിനാൻ, ആർത്തനായി ചമഞ്ഞു ഞാൻ ഇങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചങ്ങു പോരുമ്പോൾ എന്തെന്നില്ലാതായ സംഭ്രമം കൊണ്ടു ഭൂദേവ കോപത്താലേ ശാപവുമെനിക്കേറ്റിതേഴാം നാൾ മരണം പോലാപത്കാരണമതുമീശ്വരമതമല്ലോ. ഖേദമില്ലെനിക്കിതിനേതുമേ യൂയം മമ മോദമാർന്നനുഗ്രഹിച്ചിടുകിൽ വഴി പോലെ. കേവലമല്ലെങ്കിലിന്നില്ലാരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും. ഭൂമിപനേവം നമസ്കാരേണ ചൊല്ലിടുമ്പോൾ മാമുനിമാരു ദ്വിജന്മാരുമെല്ലാരും തമ്മിൽ ചൊല്ലിനാരൊരുമിച്ചു ചിന്തിച്ചു നിരന്തരം. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും. നൃപനല്ലൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം. താനറിയാതെ ചെറിയോരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്തമ ശാപം തടുക്കാവല്ലെങ്കിലും മേദിനീപതിയോടു ചേർന്നു നാം പിരിയാതെ വാസം ചെയ്യണമേഴു വാസരം കഴിവോളം. വാസുദേവനെ സേവിച്ചെല്ലാരു കൂടെ തന്നെ സാദരമേവം പ്രവചിച്ചവരൊരുമിച്ചു മാധവരാധം സംഭാവിച്ചിരുന്നിടും നേരം. പ്രീതനായവനീശൻ താപസകുലവരവ്രാതവന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിടിനാൻ, ഇക്കാണാകിയ ഭവാന്മാരിൽ വച്ചേകൻ തെളിഞ്ഞുൾക്കാമ്പിലുടൻ പ്രസാദിക്കിലിന്നിപ്പോൾ തന്നെ. നിശ്ശേഷകാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതുമിങ്ങനെയുള്ളോരെല്ലാം. ചിത്തകാരുണ്യം കലർന്നെന്നിൽ വാത്സല്യം വളർന്നൊത്തഭിയുക്തന്മാരായിങ്ങനെ വസിക്കയാൽ മർത്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ. ഭാഗ്യവശാലുത്തമ ശ്ലോകൻ പദയുഗ്മമാശ്രയം വിഭോ. നിങ്ങളിങ്ങെനിക്കിനി മൃത്യുകാലത്തിങ്കൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരെന്നരുൾ ചെയ്തിടണം. മംഗളകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങളുതായുള്ളതെന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ, ഇങ്ങനെ സാർവഭൗമനാകിയ നൃപവരൻ ഭഗവത് ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞൊരു
ഭഗവത് ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാനെളുതായെന്തുള്ളതെന്നവരവരറിയ. വേദാന്ത ശാസ്ത്രാദികൾ പലതിലും നല്ലതേതെന്നു ചൊല്ലിക്കൊടുപ്പാനരുതാഞ്ഞു. വല്ലാതെ വലഞ്ഞവരെല്ലാരുമിരിക്കുമ്പോൾ ചൊല്ലെഴും പൗരാണികാചാര്യനന്ദനനായ കല്യാണാലയൻ കരുണാംബുധി തപോനിധി തുല്യചേതസാ സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലെന്നിയെ പെരുമാറിന ദിഗംബരൻ. ഗർഭസ്ഥനായെന്നേ താൻ മുക്തനായുളവായ മുഗ്ധമോഹനരമണീയ സുന്ദരരൂപൻ. പുത്രനെ വിളിച്ചളവച്ചനു ചരാചരൈരൊത്തൊരുമിച്ചു ചേർന്നൊന്നായി വിളി കേൾക്കുന്നവൻ. സ്വസ്ഥനായി നരേന്ദ്ര വൃത്താന്തങ്ങളറിഞ്ഞുടൻ ഉത്തമ ശ്ലോകൻ നിയോഗത്തിനാലതു കാലം. ശ്രീശുക മഹാമുനി താനതി മന്ദം മന്ദം ആശുശുക്ഷണി ദേവനാശകൾ മിന്നും വണ്ണം ഭൂപതി തന്നെ കാൺമാനായവതാരം ചെയ്താൻ. താപസന്മാരും കണ്ടു വിസ്മയിച്ചനുക്ഷണം പ്രത്യുത്ഥാനാദ്യാചാരപൂജാവന്ദനങ്ങളും കൃത്വാ തൽസഭാരംഗേ നൽകിനാർ മാന്യസ്ഥാനം. പൃഥ്വീശൻ താനും കണ്ടു വന്ദിച്ചു സസംഭ്രമമുത്ഥായ നമസ്കരിച്ചഞ്ജലിബന്ധത്തോടും ഭക്തൈവ പാദ്യാർഘ്യാദി കൊണ്ടു പൂജിച്ചങ്ങൊരു ഭദ്രപീഠത്തിലമ്മാറിരുത്തി യഥോചിതം. സത്വരം നരവരേന്ദ്രോത്തമനായ ഭവാൻ ഉത്തമാസനെ വസിക്കെന്നഥ മുനീന്ദ്രനും സ്വച്ഛമായി അരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്രഭൂനിർജരാദികളെയും അച്യുതാത്മനാ തന്നെ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നേ പോലെ വിശ്വാസഭക്ത്യാ മുഹുരെന്നരുൾ ചെയ്ത നേരം. സത്കാരം പരിഗ്രഹിച്ചുൾക്കാമ്പു തെളിഞ്ഞുടൻ ഒക്കെയെല്ലാരുമിരുന്നിടിനോരനന്തരം. മുഗ്ധഹാസവും പൂണ്ടു മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനെ സംഭാവിച്ചരുൾ ചെയ്തിടിനാർ. ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരങ്ങിരുന്നലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരുമെല്ലാവർക്കും. സർവജ്ഞനായ മുനീന്ദ്രോത്തമനരുൾ ചെയ്താൽ സർവസമ്മതം വരുമില്ല സംശയമേതും. ദിവ്യസമ്പാദം കലിയുഗത്തിലിനി മേലിലവ്യാജം പരോപകാരത്തിനായുള്ളോ നല്ലോ. കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം. ചോദ്യം ചെയ്താലും ഭവാനെന്നെല്ലാം അകം തെളിഞ്ഞാസ്ഥായാ മുഹുർമുഹുരാജ്ഞാപിച്ചതു നേരം. പാർത്ഥിവൻ താനും നമസ്കാരം ചെയ്താംനായ വ്യാസാത്മജ പാദാന്തികെ പേർത്തു പേർത്തെഴുന്നുടൻ. സ്വേച്ഛയാ വിനീതനായഞ്ജലി ഹസ്തത്തോടെ വാഗ്മിയാം നൃപൻ മധുരാക്ഷരവാച ചൊന്നാൻ. നിന്തിരുവടി തുലോമന്ധനമടിയനെ സന്തതമനുഗ്രഹിച്ചിടുവാനായി കൊണ്ടിപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തരാസ ഫലമായി വന്നിതു മമ ജന്മം. നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിനെത്തുകയിലിതിന്മീതെ മറ്റിഹ ലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യവർദ്ധനമെന്തൊന്നുള്ളതത്യന്തമതിനനുഗ്രഹിക്കണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം. കേവലം ദർശിക്ക മാത്രത്താലേ സാധുക്കളെ
പാവനമായിടുന്നു പാതകീയങ്ങളും. ആകയാൽ അവമാനമിങ്ങെനിക്കകതാരിൽ ഏകതാ ഭവിക്കരുതാരിലുമൊരിക്കലും. ഭൂദേവാദ്യഖില സാധുക്കളിൽ വിശേഷിച്ചു മാതരാൽ അതിശയ ഭക്തിയുമുണ്ടാകണം. നാനായോനികളിലിങ്ങുദ്ഭവിക്കിലും മമ മാനസേ ഹരിപദഭക്തിയുമുണ്ടാകണം. പിന്നെ ഇങ്ങെനിക്കേറ്റ ശാപത്താൽ 7-ാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും നൂനമല്ലോ. എന്നാലെന്തപ്പോൾ പരലോകപ്രാപ്തിക്കായൊന്നു മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടതെന്തൊന്നെന്നും വന്ദിച്ചു പൂജിക്കേണ്ടതാരെ എന്നതും മുഹുരെന്നുള്ളിൽ ധ്യാനിക്കേണ്ടതെങ്ങനെ ഞാനെന്നതും നന്നായിങ്ങനുഗ്രഹിച്ചാനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ചരുൾ ചെയ്യണം ദയാനിധേ. നമസ്തേ മഹാത്മനെ പരമാത്മനെ നമോ നമസ്തേ തവ ദാസശിഷ്യോഹം പ്രസീദ മേ. നമസ്കാരേണ മുഹുഃ സ്തുതിച്ചീവണ്ണം ഗുരു സമക്ഷം സുരേന്ദ്രനെ പോലെ ഭൂപതി വീരൻ നമിച്ചു തൊഴുതു കൈയിണകൾ കൂപ്പിത്തന്നെ സുമത്യാശയാ വസിച്ചിടിനാൻ സുഖാസനെ. ക്രമത്താലേവം പ്രതിപാദ്യാർത്ഥം പുരാണസ്യ നിമിത്ത സംക്ഷേപാധികാരണ നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ടിവിടെ ചൊല്ലിടിനേൻ. അമർത്തേന്ദ്രനെ പോലെ വസിക്കും നൃപൻ മുമ്പിൽ. ഇതി ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീ രാധേശ്യാം.